ഡോക്ടർ ഷിജു ഖാൻ, ഇപ്പോൾ ഇവർ രണ്ടുപേരും ഉന്നയിച്ചൊരു ചോദ്യം എനിക്ക് വീണ്ടും ആ ഒരു ചോദ്യം തന്നെയാണ് താങ്കളോട് ചോദിക്കാനുള്ളത്. കാരണം ഈ അനിൽ നമ്പ്യാർ കാര്യം പറയുന്നു, പി മുരളീധരൻ്റെ കാര്യം പറയുന്നു. പക്ഷേ ഇപ്പുറത്തേക്കൊന്ന് നോക്കിയ ഡോക്ടർ ഷിജു ഖാൻ, ആദ്യം ശിവശങ്കരൻ ആരായിരുന്നു, 2 ജലീൽ ആരായിരുന്നു, 3 ഈ കരാട്ട് ഫൈസൽ ആരായിരുന്നു, അങ്ങനെ ഇവരുടെയൊക്കെ കാര്യത്തിൽ CPM എടുത്തൊരു നിലപാടെന്താണ് ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ? ഞാൻ മറുപടി പറയാം. യെസ്. BJPയുടെ ഭാഗത്ത് നിന്ന് 2 പേർ പരസ്യമായും അവതാരകൻ എന്ന നിലയിൽ താങ്കൾ അവതാരകന്റെ വിവേചന സമീപനം ഉപയോഗിച്ചുകൊണ്ടും ശക്തമായി ഇടതുപക്ഷത്തിനെതിരെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 BJPയുടെ ഭാഗമായി നിൽക്കുന്നവർ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയം പറയുന്നവർ വാദിക്കുമ്പോഴും അങ്ങ് വളരെ വിനയാന്വിതനായും നിസ്സംഗനായും അത് കേൾക്കുകയും ഒരു വാക്കുകൊണ്ട് പോലും അത് തടസ്സപ്പെടുത്തുകയും ചെയ്തില്ല. ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ 5 വട്ടം അന്ന് തടസ്സപ്പെടുത്തി. ഞാനത് സൂചിപ്പിക്കുന്നേ ഉള്ളൂ. 2, ശ്രീ ഗോപാലകൃഷ്ണൻ BJPയുടെ വക്താവും അതിന്റെ നേതാവും, അദ്ദേഹം പറയുന്നത് ഞാൻ എന്തോ ഒരു മര്യാദക്കേട് ഈ ചർച്ചയിൽ ഉന്നയിച്ചു എന്നാണ്. അങ്ങനെ ഒരു മര്യാദകേട് ഞാൻ ഉന്നയിക്കുമെങ്കിൽ അവതാരകൻ എന്ന നിലയിൽ താങ്കൾക്ക് ഇടപെടാൻ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു മര്യാദകേട് ഒരു ചർച്ചയുടെ ഭാഗമായി ഉയർത്തുന്ന ആളല്ല ഞാൻ ഗോപാലകൃഷ്ണൻ. അങ്ങനെ ഏതെങ്കിലും മോശം പദപ്രയോഗങ്ങളോ അതല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായിട്ടുള്ള ആക്ഷേപങ്ങളോ ഒന്നും ഞാൻ ഉന്നയിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഭാഗങ്ങൾ അങ്ങ് പിൻവലിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. തീർച്ചയായും ഡോക്ടർ ഷിജു ഖാൻ അങ്ങനെ ഒരാളല്ല. തീർച്ചയായും ചർച്ചയുടെ ആങ്കർ എന്ന നിലയ്ക്ക് ഞാൻ ആ കാര്യം ഊന്നി പറയുകയാണ്. ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചത് CPMന്റെ മനോഭാവത്തെയാണ്. യെസ്, പറയൂ ഷിജു ഖാൻ. CPMനും ആ മനോഭാവം ഇല്ല. 2, AKG സെന്ററിൽ നിന്ന് തരുന്നത് തൊണ്ട തൊടാതെ ക്യാപ്സ്യൂൾ രൂപത്തിൽ വിഴുകുന്നു എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രതിനിധിയായ ഗോപാലകൃഷ്ണൻ അത്തരം വാദങ്ങൾ ഉന്നയിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം വിഷയങ്ങളെ അതിന്റെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയാണ് ഞങ്ങളുടെ പാർട്ടി നിലപാടെടുക്കുന്നത്. ആ പാർട്ടി നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര പ്രകോപനം ഉണ്ടായത്? ഗോപാലകൃഷ്ണൻ പൊതുവിൽ പ്രകോപിതനാകുന്ന ആ രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ പരാതിയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം പ്രകോപിതനായ സംഭവം വി മുരളീധരന് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് BJP മറുപടി പറയാൻ നിർബന്ധിതമായപ്പോഴാണ്. NIA അന്വേഷിക്കുന്ന ഒരു കേസിൽ ഡിപ്ലോമാറ്റിക് ലഗേജ് എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്തിനാണ് വി മുരളീധരൻ ഇത്ര അമിതാവേശത്തോടു കൂടി ഇടപെടുന്നത്? എന്തിനാണ് അദ്ദേഹം ഇത്ര അമിതാവേശത്തോടു കൂടി അതല്ല എന്ന് വിളിച്ചു പറയാൻ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്നത്? എന്തിനാണ്? പിന്നെ അനിൽ നമ്പ്യാർ, ഞാനത് തുടക്കത്തിൽ ജനൻ TVയെ ബന്ധപ്പെടുത്തിയപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ജനൻ TV BJPയുടെ ചാനലല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അനിൽ നമ്പ്യാർ ആരാണെന്ന് പകൽ പോലെ വ്യക്തമാണല്ലോ. കോർഡിനേറ്റിംഗ് എഡിറ്ററാണ് ജനൻ TVയുടെ. ജനൻ TVയും വി മുരളീധരനും അനിൽ നമ്പ്യാർ ആർക്കു വേണ്ടിയാണ്? സ്വപ്ന എന്ന് പറയുന്ന ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിക്ക് അവരുടെ ലാസ്റ്റ് കോൾ, ഇവിടെ തിരുവനന്തപുരത്ത് പോകുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് കോൾ, അത് അനിൽ നമ്പ്യാരുമായിട്ടുള്ള കോൺവെർസേഷനാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അനിൽ നമ്പ്യാർ പറഞ്ഞു കൊടുക്കുന്നു എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത്, എങ്ങനെയാണ് ഇതിന്റെ ഭാഗമായിട്ട് എന്ത് മൊഴി കൊടുക്കണം, എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അങ്ങനെ ആ കോൺസുലർ ജനറലിനോട് എങ്ങനെ എന്ത് നിലപാട് സ്വീകരിക്കും. ഇതെല്ലാം അനിൽ നമ്പ്യാർ സംസാരിക്കണമെങ്കിൽ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയും അദ്ദേഹത്തിന്റെ പ്രസ്താവനയും അനിൽ നമ്പ്യാരും എല്ലാം തമ്മിലുള്ള ബന്ധം അത് മറന്നേക്ക് പുറത്തു വരുന്നു. അത് ഞങ്ങൾ രാഷ്ട്രീയ നിലപാടാണ്. അക്കാര്യത്തിൽ വളരെ കൃത്യമായി BJPയുടെ കേന്ദ്ര മന്ത്രിക്ക് ഇതിലുള്ള ബന്ധം ഞങ്ങൾ തുറന്നു പറഞ്ഞതാണ്. അത് വ്യക്തിപരമായ എന്റെ വാദമല്ല ഗോപാലകൃഷ്ണൻ. അത് വളരെ സത്യസന്ധമായി ഈ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ആ നിലപാടാണ് ഞാനിവിടെ ഉന്നയിച്ചത്. വ്യക്തിപരമായിട്ടുള്ള ഞാനെന്തോ പറഞ്ഞു എന്നുള്ളതല്ല, അത് കൃത്യമായ. ശ്രീ ഷിജു ഖാൻ, എനിക്കതിൽ ഇടപെടാൻ പറ്റുമോ? കാരണം ജനൻ TVക്കെതിരെയാണ് ആരോപണം. എനിക്കതിൽ ഇടപെടാൻ പറ്റുമോ? ഞാൻ താങ്കളുടെ അനുമതിയോടുകൂടി ഞാനൊന്ന് ഇടപെട്ടോട്ടെ? അല്ല, അങ്ങ് ആദ്യഘട്ടത്തിൽ ഇടപെട്ടു. നിങ്ങൾ അല്ല, ഈ ജനൻ TVക്കെതിരെയുള്ള ആരോപണമായതുകൊണ്ട് എനിക്കൊന്ന് ഇടപെടാമോ? താങ്കൾ സമ്മതിച്ചാൽ ഞാൻ ഇടപെടും. താങ്കൾ സമ്മതിച്ചാൽ മാത്രം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്.
വിത്ത് യുവർ പെർമിഷൻ ഡോക്ടർ ഷിജു ഞാൻ പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾക്ക് ഇടപെടാം. നിങ്ങൾ ശ്രീജിത്ത് പറയുമ്പോഴും ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോഴും വളരെ നിസ്സംഗനായിരുന്നു. അല്ല, ഇത് ജനൻ ടിവിക്കെതിരെയല്ലേ ഡോക്ടർ ഷിജു ഖാൻ? അപ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എനിക്കില്ലേ ഡോക്ടർ ഷിജു ഖാൻ? ചർച്ചയ്ക്ക് സമയം കുറച്ചേ ഉള്ളൂ, ഞാൻ പറയട്ടെ. എങ്കിൽ പൂർത്തിയാക്കും, എന്നിട്ട് ഞാൻ പറയാം. ഈ കേസുമായി, സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ വട്ടം ചർച്ച ചെയ്തു. ഈ സ്വർണം കടത്തിയ ഇത് വന്നത് കോൺസുലേറ്റ് അഡ്രസ്സിലേക്ക് വരുന്നു. അവിടുത്തെ അറ്റാഷെ, അതിന്റെ ഭാഗമായിട്ടുള്ള ആള്, അതിപ്പോ ഗോപാലകൃഷ്ണൻ പറയും അറ്റാഷെ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയുള്ള വാദം ഇപ്പൊ നിരത്തും. അത് അദ്ദേഹം നിരത്തിക്കോട്ടെ. അറ്റാഷെ പറഞ്ഞു വിട്ടു. BJP ഗവൺമെന്റ് തന്നെ അദ്ദേഹത്തിന് പോകാനുള്ള എല്ലാ അവസരവും ഉണ്ടാക്കി. അപ്പൊ അദ്ദേഹം പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണി എന്ന് നമുക്ക് ഈ പബ്ലിക് ചർച്ച ചെയ്യുന്ന ഒന്നാണ് അറ്റാഷെ പറഞ്ഞു വിട്ടു. BJPക്ക് ഇപ്പൊ അതിന് മറുപടിയില്ല. ഫൈസൽ ഫരീദ് NIA ദുബൈയിൽ പോയി, അദ്ദേഹത്തെ 2 വട്ടം ദുബൈയിൽ പോയി എന്നും പിടിക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ ഇതുവരെ പ്രധാനപ്പെട്ട ഫൈസൽ ഫരീദ്, ഈ കള്ളക്കടത്തിന്റെ ഭാഗമായിട്ടുള്ള ഫൈസൽ ഫരീദിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമല്ലേ, രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ അത്. 3, ഈ കേസുമായി ബന്ധപ്പെട്ട് എവിടെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ, ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ 3 പേരും കൂടെ ചോദിച്ചു. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. ആ അന്വേഷണത്തെ ഗവൺമെന്റ് സ്വാഗതം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത കത്താണ് NIA കോടതിയിൽ ഹാജരാക്കിയത്. നിങ്ങൾ അത് കാണണം. അപ്പൊ ഗവൺമെന്റ് തുറന്ന മനസ്സാണ് കാര്യത്തിലുള്ളത്. ഒന്നും മറച്ചു വെക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. പിന്നെ ശ്യാമെ, നിങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നില്ലല്ലോ, നിങ്ങൾ അവതാരകന്മാർ ചോദിക്കണം. എയർപോർട്ട് വഴിയാണ് ഇത്തരം കടത്തുകൾ നടക്കുന്നത്. എയർപോർട്ട് വഴി, നയതന്ത്ര പാക്കേജ് വഴി 22 വട്ടം ഇത് കടത്തിയെന്ന് പറയുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലല്ലേ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ സെൻട്രൽ ഗവൺമെന്റിന് കീഴിലല്ലേ? കസ്റ്റംസ് സെൻട്രൽ ഗവൺമെന്റിന് കീഴിലല്ലേ? CISF സെൻട്രൽ ഗവൺമെന്റിന് കീഴിലല്ലേ? ശ്യാം ചോദിക്കണം, എന്നോട് മാത്രം ചോദിച്ചാൽ പോരാ, നിങ്ങൾ BJP പ്രതിനിധിയോട് ചോദിക്കണം. രാജ്യത്തെ എയർപോർട്ടുകൾ വഴി കോടാനുകോടിക്കണക്കിന് രൂപയുടെ കള്ളക്കടത്ത് നടക്കുന്നുണ്ടെങ്കിൽ ശ്യാമെ, ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്താണ് സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന സമീപനം? ഗുജറാത്തിൽ 1500 കോടി രൂപയുടെ സ്വർണ്ണക്കടത്ത് നടന്നു എന്നുള്ള വിവരം പുറത്തു വന്നല്ലോ. രാജ്യത്തെ പല പോർട്ടുകൾ വഴി, പല എയർപോർട്ടുകൾ വഴി വലിയ കടത്ത് നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ രാജ്യം ചർച്ച. അപ്പൊ രാജ്യദ്രോഹികളുമായി, ദേശദ്രോഹികളുമായി എന്താണ് BJPയുടെ ബന്ധം? അത് ചോദിക്കുന്നയാൾ മര്യാദ കാണിക്കണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചോദിക്കുന്നയാൾ കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായി കടന്നാക്രമിച്ച് ചോദ്യത്തെ ഇല്ലാതാക്കാം എന്ന് BJPയുടെ പ്രതിനിധി ദേവി എന്ന് കരുതരുത്. ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുന്നത്, അങ്ങയുടെ നിലപാട് അങ്ങ് വിയോജിപ്പ് രേഖപ്പെടുത്താം. മറിച്ച് ഞാൻ മര്യാദ കേട് കാണിച്ചു എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഒരു ചർച്ചയ്ക്ക് നിരക്കുന്നതല്ല. വളരെ കൃത്യമായ നിലപാട് ഞാൻ ഉന്നയിക്കുന്നു. നിങ്ങൾ എത്ര നേതാക്കന്മാരുടെ മക്കളെ, പിണറായി വിജയന്റെ മകളെ എത്ര ചർച്ചയിൽ നിങ്ങൾ കൊണ്ടുവന്നു. ഹീനമായിട്ടുള്ള നിലപാട് നിങ്ങൾ സ്വീകരിച്ചല്ലോ. നിങ്ങൾ പല നേതാക്കന്മാരുടെയും മക്കളെ വളരെ വളരെ വൃത്തികെട്ട നിലയിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഗോപാലകൃഷ്ണന്റെ മകനെയോ മകളെയോ ഭാര്യയെയോ ഗോപാലകൃഷ്ണന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഒരാളെ ഞാനൊരു ചർച്ചയിലേക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ ഗോപാലകൃഷ്ണ? പക്ഷേ ഡോക്ടർ ഷിജു ഖാൻ, ഒരുപക്ഷെ ഗോപാലകൃഷ്ണന്റെ മകൻ ഒരിക്കലും ബാംഗ്ലൂരിൽ പോയി ലഹരി കിങ് അനൂപ് മുഹമ്മദുമായി കൂട്ടുകൂടാറില്ല. ഞാൻ പറയുന്ന ഒറ്റ കാര്യം, വ്യക്തിനിഷ്ഠമായി ചർച്ചകളെ വഴിതിരിച്ചുവിട്ട് നേതാക്കന്മാരുടെ മക്കളെ, ഭാര്യമാരെ ഈ ചർച്ചയിലേക്ക് വലിച്ചഴച്ച് അവരെ അപമാനിക്കാൻ നടത്തുന്ന ശ്രമം രാഷ്ട്രീയ ധാർമ്മികതയല്ല, രാഷ്ട്രീയ മര്യാദയല്ല എന്ന കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുക, വിനയപുരസരം ഓർമ്മിപ്പിക്കുക. ഇനി ഡോക്ടർ ഷിജു ഖാൻ, ഞാൻ വീണ്ടും ചോദ്യത്തിലേക്ക് വരികയാണ്. പ്രധാനപ്പെട്ട ചോദ്യം ജനൻ ടിവിയെ കുറിച്ച് താങ്കൾ പറഞ്ഞതാണ്. അനിൽ നമ്പ്യാരുടെ കാര്യത്തിൽ സ്വപ്ന പറഞ്ഞ മൊഴിയാണ് ഇപ്പോൾ ഡോക്ടർ ഷിജു ഖാൻ CPM ഒക്കെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത്. സ്വപ്നയെ അത്രത്തോളം വിശ്വാസമുണ്ട് CPM എന്ന് ഞങ്ങൾക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഒരു ആരോപണത്തിൻ്റെ കറ അല്ലെങ്കിൽ ആരോപണത്തിൻ്റെ ഒരു ചെറിയൊരു അംശമെങ്കിലും ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ ജനൻ TV മാറ്റി. അദ്ദേഹം സ്വയം മാറി നിൽക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം മാറി നിൽക്കുകയാണ്. എന്നാൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ജലീലിൻ്റെ സ്ഥിതി എന്താ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാരാട്ട് ഫൈസലിൻ്റെ സ്ഥിതി എന്താ? ഇവിടെയൊക്കെ CPMന്റെ നിലപാട് എന്താണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഡോക്ടർ ഷിജു ഖാൻ, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു വിഷയത്തിന്മേൽ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു.
അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ സംസ്ഥാന മന്ത്രി കെ ടി ജലീലിനെ സംബന്ധിച്ച് പറഞ്ഞു, ഖുർആനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് പരസ്യമായി ബി ജെ പിയും ബി ജെ പിയുടെ അനുചര വൃന്ദവും തെരുവിലാകെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ ഭീകരവാദത്തിന് സന്ദേശം കൊടുക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, ഇതൊക്കെയാണ് ബി ജെ പിയുടെ വാദം. മതേതരത്വത്തെ തകർക്കാനുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ചോദ്യം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ ആ സ്ഥാനം മാറേണ്ടതുണ്ടോ? അങ്ങനെയാണെങ്കിൽ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള യെദ്യൂരപ്പ എത്ര കാലം, എത്ര ചോദ്യങ്ങൾ, എത്ര അന്വേഷണം, എത്ര കേസുകൾ, അദ്ദേഹം എത്ര വലിയ, അതും അഴിമതി കേസ് പോലുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് എത്ര ബി ജെ പിയുടെ നേതാക്കന്മാർ ജയിലിൽ കിടന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ പിന്നീട് നേതാവ് ചിദംബരം 70 ദിവസം ജയിലിൽ കിടന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഡി കെ ശിവകുമാർ കോൺഗ്രസിന്റെ നേതാവാണ്, അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് വന്നപ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ച് അദ്ദേഹത്തെ PCCയുടെ പ്രസിഡന്റാക്കി കർണാടകത്തിൽ. അപ്പോ ജയിലിൽ കിടന്നിട്ടുള്ള നേതാക്കന്മാരാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ. അഴിമതി കേസുകളിൽ, ഗുരുതരമായ അഴിമതി കേസുകളിൽ അമിത്ഷാ എത്ര ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായി. നരേന്ദ്രമോദി ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അദ്ദേഹം ഗുജറാത്ത് വംശഹത്യയുടെ കാലത്ത് എത്ര ചോദ്യം ചെയ്യലുകൾക്ക് അദ്ദേഹം വിധേയമായി. അപ്പോ നിങ്ങൾ കാണേണ്ടത് ഏതൊക്കെ കേസാ? കൂട്ട കലാപം ഉണ്ടാക്കൽ, വംശഹത്യ, അതുപോലെ അഴിമതി, ഖനിയിടപാട്, അത്തരം കേസുകളിൽ കേസിലെ പ്രതിയായി ജയിലിലടയ്ക്കപ്പെടുകയോ നിരവധി തവണ അന്വേഷണ സംഘത്തിന് മുന്നിൽ വിചാരണ നേരിടുകയോ ചെയ്തിട്ടുള്ള ആളുകളാണ് ബി ജെ പിയുടെ കോൺഗ്രസിന്റെ ഇത്തരം ആളുകൾ, വലിയ ധാർമ്മിക പ്രസംഗം നടത്തുന്ന ആളുകൾ. കെ ടി ജലീലിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ വിറ്റ്നസ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു സാക്ഷി എന്ന നിലയിൽ അദ്ദേഹത്തെ ചോദിക്കുന്നു, അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹത്തെ കേസിലൊന്നും പ്രതിയാക്കിയിട്ടില്ല എന്നാ പറഞ്ഞ കെ ടി ജലീൽ ഉടനെ രാജിവെക്കണം. കെ ടി ജലീലും വിശുദ്ധ ഖുർആനും ചർച്ചയ്ക്ക് വരുമ്പോ പിന്നെ ബി ജെ പിക്ക് മൊത്തം അവരുടെ മുഴുവൻ കൺട്രോളും പോവുകയാണ്. ഉടനെ തെരുവിൽ ആക്രോശം നടത്തിക്കൊണ്ടുള്ള വീണ്ടും ഈ രണ്ട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞു. ഒന്ന്, ഈ മതേതരത്വം തകർന്നു. രണ്ട്, വിശുദ്ധ ഖുർആൻ. ഇതിങ്ങനെ വീണ്ടും ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ചോദ്യത്തിന് ഇപ്പോഴും അവിടെ പ്രസക്തമായി നിൽക്കുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, ഒരു നിമിഷം. ശ്രീജിത്ത് പണിക്കർ താങ്കൾക്ക് അതിൽ മറുപടി ഉണ്ടാവും. ശ്രീജിത്ത് പണിക്കർ, ഒരു നിമിഷം. ഷിജു ഖാൻ, ഒരു നിമിഷം. ശ്രീജിത്ത് പണിക്കർ, ഒറ്റ നിമിഷം. ഷിജു ഖാൻ, ഞാൻ തിരിച്ചു വരാം. ഷിജു ഖാൻ, ഇനി ശ്രീജിത്ത് പണിക്കറുടെ സമയമാണ്. ശ്രീജിത്ത് പണിക്കർ പറയും. ഡോക്ടർ ഷിജു ഖാൻ, ഇത് മര്യാദകേടാണ് കേട്ടോ. പ്ലീസ് അദ്ദേഹം പറയട്ടെ. ഒരു നിമിഷം. ഡോക്ടർ ഷിജു ഖാൻ, താങ്കളിലേക്ക് വരാം. ഒരു നിമിഷം. തീർച്ചയായും ഞാൻ വരാം. ഡോക്ടർ ഷിജു ഖാൻ, ഞാൻ വരാം. തീർച്ചയായും ഞാൻ വരാം. ഒറ്റ നിമിഷം. ശ്രീജിത്ത് പണിക്കർ. പ്രിയപ്പെട്ട ഷിജു ഖാൻ, താങ്കൾ ഇപ്പോൾ സംസാരിച്ച ഭാഗത്തിൽ 2 പ്രാവശ്യം താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. വ്യക്തിപരമായി കടന്നാക്രമിച്ച് ചോദ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു. ആരോപണം ശ്രീ ബി ഗോപാലകൃഷ്ണനെതിരെയാണെങ്കിലും താങ്കൾ അത് പറഞ്ഞതിൽ ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, താങ്കൾ ഇവിടെ CBI എങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു കോടതി ആവശ്യപ്പെട്ടിട്ടാണ് വന്നിരുന്നതെങ്കിൽ എന്ന് പറഞ്ഞപ്പോ അതിനെ ഞാൻ വളരെ കാറ്റഗറിക്കലി താങ്കൾ തെറ്റാണ് പറഞ്ഞത്, അബദ്ധമാണ് താങ്കൾ പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു തന്നു. കാരണം പെരിയ കേസിൽ കോടതി ആവശ്യപ്പെട്ടിട്ടും അതിനെ സർക്കാർ എതിർക്കുന്നു എന്ന് പറഞ്ഞപ്പോ താങ്കൾക്ക് മറുപടിയിൽ കമ എന്ന് 2 അക്ഷരം മിണ്ടാൻ പോലും ഉണ്ടായിരുന്നില്ല. 1. 2, വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ താങ്കൾ തന്നെ ഇത്തവണ തുടങ്ങിയത് BJPയുടെ 2 പ്രതിനിധികളും BJP അനുഭാവത്തോടു കൂടി തന്നെ ശ്യാമും സംസാരിക്കുന്നു ജനം TVയിൽ എന്നാണ് പറഞ്ഞത്. താങ്കൾക്ക് ഒരു ഡോക്ടറേറ്റ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ വ്യക്തമായി ഒരു കാര്യത്തിനെ പറ്റി ആധികാരികമായി പഠിച്ച് തിസീസ് തയ്യാറാക്കി ശരിയായ വസ്തുതകളാണെന്ന് മറ്റൊരാളിന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സാധാരണ ഡോക്ടറേറ്റ് നൽകുന്നത്. ആ താങ്കളോട് ഞാൻ വീണ്ടും പറയുന്നു, അബദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആരോപിക്കാൻ ഒറ്റ നിമിഷം. ഷിജു ഖാൻ, താങ്കൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ചോദിച്ചതിനുള്ള മറുപടിയാണ്. ദയവായി കേൾക്കൂ. ഷിജു ഖാൻ, ഒരു നിമിഷം. താങ്കൾ അത്രയും കാര്യങ്ങൾ ഉന്നയിച്ചുള്ള അദ്ദേഹം വളരെ മൗനത്തോടു കൂടി അതൊക്കെ കേട്ടില്ലേ? ഒരു നിമിഷം, ഞാൻ അനുവദിക്കില്ല. ഒരു നിമിഷം, അദ്ദേഹം പറയട്ടെ പോയിന്റ്. ഷിജു ഖാനിലേക്ക് ഞാൻ തിരിച്ചു വരാം. താങ്കൾക്ക് പറയാനുള്ളത് തിരിച്ചു പറയാലോ. ഒറ്റ നിമിഷം ഷിജു ഖാൻ. ഡോക്ടർ ഷിജു ഖാൻ, ഒരു നിമിഷം. ദയവായി. കേൾക്കാൻ ബാധ്യസ്ഥനാണ്.
ശ്യാം അദ്ദേഹത്തോട് ഒന്ന് പറയൂ. അങ്ങനെയൊന്നുമുള്ള രീതികൾ അല്ല, ഒരു നിമിഷം ഡോക്ടർ ഷിജു ഖാൻ, ഒറ്റ നിമിഷം ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾ എന്നെ ഉൾപ്പെടെ താങ്കൾ വ്യക്തിപരമായി തന്നെയല്ലേ പറഞ്ഞത്? ഞങ്ങളൊക്കെ വളരെ ചിരിച്ചുകൊണ്ട് സൗമ്യമായി തന്നെ അത് കേട്ടില്ലേ? ഡോക്ടർ ഷിജു ഖാൻ, എന്നെ ഉൾപ്പെടെ താങ്കൾ പറഞ്ഞു, എന്റെ രാഷ്ട്രീയം വരെ താങ്കൾ ചോദിച്ചു, അതൊക്കെ ഞങ്ങൾ വളരെ സൗമ്യത കൂടി തന്നെ കേട്ടില്ലേ? ദയവായി ഒരു നിമിഷം താങ്കളൊന്ന് മൗനം. ഡോക്ടർ ഷിജു ഖാൻ, ഒരു നിമിഷം. ശ്രീജിത്ത് പണിക്കർ പറയട്ടെ, ഞാൻ തിരിച്ചെത്താം. എനിക്ക് പറയണം. യെസ്, ശ്രീജിത്ത് പണിക്കർ പറയും. ശ്രീജിത്ത് പണിക്കർ, റിസർച്ച് ചെയ്തിട്ട് ആധികാരികമായി തിസീസ് തയ്യാറാക്കി ഡോക്ടറേറ്റ് വാങ്ങിക്കുന്ന താങ്കൾ, ഞാൻ വെല്ലുവിളിക്കുകയാണ് ഈ കേരളത്തിൽ, ലോകത്തിൽ ഈ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരുടെയും മുന്നിൽ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ BJP ആണ് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ ഞാൻ എന്തെങ്കിലും സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരു സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ചുണയുണ്ടെങ്കിൽ താങ്കൾ അത് തെളിയിക്കണം. അത് തെളിയിച്ചില്ല എങ്കിൽ താങ്കൾ വെറും SDPI ആണ്. ഇവിടെ ഖുറാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മതപരമായ ഡോക്ടർ ഷിജു ഖാൻ, ഇതൊരു മാന്യമായ രീതിയാണ് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒറ്റ നിമിഷം. അദ്ദേഹം വെല്ലുവിളിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് താങ്കൾ ചോദിച്ചത്, അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. ഡോക്ടർ ഷിജു ഖാൻ, ദയവായി. ഡോക്ടർ ഷിജു ഖാൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് താങ്കൾ ചോദിച്ചത് അല്ലേ? ആണോ അല്ലയോ? ശരിയല്ലേ? അദ്ദേഹം എന്റെ ഉൾപ്പെടെ രാഷ്ട്രീയമാണ് താങ്കൾ ആദ്യം ഉന്നയിച്ചത്, വ്യക്തിപരമായി തന്നെയാണ് താങ്കൾ ഉന്നയിച്ചത്. അതിന് അദ്ദേഹത്തിന് മറുപടി പറയണ്ടേ ഡോക്ടർ ഷിജു ഖാൻ? അതെങ്ങനെ വ്യക്തിപരമാകുന്നത്? താങ്കൾ എന്നെ പറ്റി ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞപ്പോൾ കേട്ടിരുന്നതാണ് ഞാൻ. നിങ്ങളെ ജനം TV വിളിക്കുമ്പോൾ പോലും ഞങ്ങൾ വരുന്നത് പരസ്പര ബഹുമാനത്തോടുകൂടി. തീർച്ചയായും ആ ബഹുമാനം എന്തെങ്കിലും ഉണ്ട്, തീർച്ചയായും ബഹുമാനമുണ്ട് ഡോക്ടർ ഷിജു ഖാൻ. അതാണ് ജനം TV വരെ താങ്കൾ ആക്രമിച്ചിട്ടും ഞങ്ങൾ ക്ഷണിച്ച് വന്ന അതിഥി ദേവോ ഭവ എന്ന ആ മര്യാദ കൊണ്ട് ഞങ്ങൾ അത് കേട്ടിരുന്നത്. ആ മര്യാദ താങ്കൾക്കും ഉണ്ടാവണം ശ്രീ ഷിജു ഖാൻ. താങ്കളാണ് പറഞ്ഞത്. ഒരു നിമിഷം ഡോക്ടർ ഷിജു ഖാൻ, താങ്കളാണ് പറഞ്ഞത് ശ്രീജിത്ത് പണിക്കറിന്റെ രാഷ്ട്രീയം. ശ്രീജിത്ത് പണിക്കർ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിന്റെ അടിയുറച്ച് വിശ്വസിക്കുന്നതെന്ന് താങ്കൾ വ്യക്തിപരമായിട്ടാണ് ആക്രമിച്ചത്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിനൊരു മറുപടി അദ്ദേഹം പറയണ്ടേ ഡോക്ടർ ഷിജു ഖാൻ? അധിക്ഷേപവുമാണോ ശ്യാമേ? അത് വ്യക്തിപരമായ ഒരു അധിക്ഷേപമാണോ ശ്യാമേ? യെസ്, എന്തായാലും അതിന് അദ്ദേഹം മറുപടി പറയണ്ടേ? ശ്രീജിത്തിന്റെ മക്കളെ കുറിച്ച് അകാരണമായി ഒരു നിമിഷം, ഒറ്റ നിമിഷം. ഇതിങ്ങനെ അലങ്കോലമായാൽ ശരിയാവില്ല. ഒറ്റ നിമിഷം. ഇത് കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട്. ഒറ്റ നിമിഷം ഡോക്ടർ ഷിജു ഖാൻ, ഞാൻ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, ഒറ്റ നിമിഷം. അദ്ദേഹം പറയട്ടെ. പറഞ്ഞിട്ട് അതിൽ എന്തെങ്കിലും രീതിയിലുള്ള പോയിന്റുകൾ ഉണ്ടെങ്കിൽ താങ്കൾക്ക് തിരിച്ചു പറയാമല്ലോ. ഇതൊരു ചർച്ചയില്ലേ ഡോക്ടർ ഷിജു ഖാൻ? ഒറ്റ നിമിഷം ദയവായി താങ്കൾ ഒന്ന്. BJP എന്നത് അധിക്ഷേപമല്ല എന്ന് പറയുമ്പോൾ ഞാൻ താങ്കളോട് ഇന്നാട്ടിലെ അംഗീകൃതമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനയായിട്ടുള്ള SDPI അധിക്ഷേപമാണോ? താങ്കൾ ഞാൻ BJP ആണെന്ന് പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയുന്നു താങ്കൾ SDPI ആണ്. അത്രേ പറഞ്ഞുള്ളൂ. താങ്കൾ എന്നെ അടിച്ചു, ഞാൻ അത് തിരിച്ചടിച്ചു. താങ്കൾ എന്നെ തെളിയിക്കൂ, ഞാൻ അതിനുശേഷം താങ്കളെ ആരോപണം തെളിയിച്ചു തരാം. അത്രമാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടിയുള്ള കൊടുക്കൽ വാങ്ങൽ. ഇനി താങ്കൾ ആ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ BJP ആണ് എന്ന് പറയുന്നതിന് താങ്കൾ പറഞ്ഞത് BJPയുടെ ഭാഗം സംസാരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ BJPയുടെ കാര്യമല്ല പറഞ്ഞത്. താങ്കളെ ആ കോടതി കേസിൽ CBI അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞത് BJPയുടെ ഭാഗമല്ല. ശരത് ലാലിനും കൃപേഷിനും അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ എന്നെ കോൺഗ്രസ്സുകാരനായിട്ട് പറയൂ. അവിടെ മുസ്ലിം ലീഗിലെ ആൾക്കാരെ പറ്റി സംസാരിക്കുന്ന സമയത്ത് എന്നെ ലീഗാക്കൂ. ഇവിടെ ജനം TVയുടെ ആൾക്കാരെ പറ്റി പറയുമ്പോൾ ഞാൻ ജനം TVയുടെ ചീഫ് എഡിറ്റർ ആക്കിക്കോളൂ, പ്രശ്നമില്ല. പക്ഷെ താങ്കൾ ഇതിൽ ഈ കോൺഗ്രസിനെയും ഈ പറയുന്ന മുസ്ലിം ലീഗിനെയും വെട്ടി BJP എന്ന് മാത്രം പറയാൻ ശ്രമിക്കുന്നു. പെരിയ കേസിലെ CBI അന്വേഷണത്തിനെ പറ്റി സമ എന്ന രണ്ടക്ഷരം മിണ്ടുന്നില്ല. ഇനി സ്വപ്നയുടെ മൊഴി എടുത്തിട്ടാണ് താങ്കൾ ഇവിടെ പറയുന്നത്. സ്വപ്നയുടെ മൊഴി എടുത്തിട്ടാണ് പറയുന്നത് അനിൽ നമ്പ്യാർ ഈ രീതിയിലുള്ള സഹായം ചെയ്തു എന്ന്. ശരി, സമ്മതിച്ചു. അത് അന്വേഷണ ഏജൻസി അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ KT റമീസിന്റെ മൊഴിയുമായി ബന്ധപ്പെടുത്തിയാണ് ബിനീഷ് കോടിയേരിയിലേക്ക് അന്വേഷണം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബിനീഷ് കോടിയേരി കുറ്റക്കാരനാണ് എന്നും അദ്ദേഹത്തിന് ശിക്ഷ നൽകേണ്ടതാണ് എന്നും താങ്കൾക്ക് ഇതേ ആരോപണം, ഇതേ കാര്യം തന്നെ ആ കാര്യത്തിലും അപ്ലൈ ചെയ്തിട്ട് താങ്കൾക്ക് പറയാൻ പറ്റുമോ? കാരണം രണ്ടു വിഷയത്തിലും രണ്ടു പ്രതികളുടെ ഭാഗമാണ്. അത് അന്വേഷണ ഏജൻസികൾ ശരിവെച്ചിട്ടുള്ളതല്ല. ഇനി മറ്റൊരു കാര്യം, താങ്കൾ ഇവിടെ ഫൈസൽ ഫരീദ് എന്താണ് ഇവിടെ വരാത്തത് എന്ന് ചോദിച്ചു. ഫൈസൽ ഫരീദിനെ പറ്റി ആ രാജ്യത്ത് കേസുണ്ട്, ആ രാജ്യത്തിന് അയാൾക്കെതിരെ ആക്ഷേപമുണ്ട്.
ഇവിടെ ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല വന്നിരിക്കുന്നത് എന്ന് അംബാസിഡർ ആയിട്ടുള്ള മുഹമ്മദ് അൽബന്ന പറയുന്നു. UAE-യുടെ അംബാസിഡർ. UAE ഗവൺമെന്റ് അയാളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എങ്കിൽ അവിടുത്തെ നിയമ നടപടികൾ കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നു കൊടുത്തേക്കാം എന്ന് കരുതുമെന്നാണ് താങ്കൾ കരുതിയിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. ഇനി താങ്കൾ ഇവിടെ എയർപോർട്ടുകളെ പറ്റി പറഞ്ഞു. എയർപോർട്ടുകളിൽ എത്രത്തോളമാണ് ഇത്തരത്തിലുള്ള 20ഓ 22ഓ തവണ ഇതിനു മുമ്പ് വന്നു. കേന്ദ്ര ഏജൻസികളാണല്ലോ അവിടെ ഉള്ളത്, DRI, കസ്റ്റംസ്, ഇതൊക്കെയാണല്ലോ അവിടെ ഉള്ളത്, കേന്ദ്ര സേനയാണോ ഉള്ളത്, എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചോദിച്ചു. ചോദ്യത്തിനുള്ള ഉത്തരം നിസ്സാരമാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന പേരിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന രീതിയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെ നോർമൽ കോഴ്സിൽ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റംസിന് പ്രൊവിഷൻ ഇല്ല. അത് ചെയ്യണമെങ്കിൽ ഇക്കാര്യത്തിൽ അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് രഹസ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ടാണ് അവർ ഈ വിഷയത്തിൽ ഇന്റർസെപ്റ്റ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നത് വെറുതെ അങ്ങ് കുത്തിപ്പൊളിച്ച് നോക്കുകയല്ല. അവർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ട് അത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അനുമതിയോടുകൂടി പ്രൊസീജർ അനുസരിച്ച് UAE കോൺസുലേറ്റിൽ നിന്നുള്ള ആളിന്റെ സാക്ഷ്യത്തിൽ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇത് പൊട്ടിച്ചു നോക്കുന്നത് പോലും. അത് ചിത്രീകരിച്ചിട്ടുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷിക്കാത്തത് എന്ന് വെച്ചാൽ അത് ഡിപ്ലോമാറ്റിക് ബാഗേജ് ആണ് എന്ന പരിരക്ഷയോട് കൂടി വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് വെറുതെ ഇരുട്ടടച്ച് ഓട്ടയാക്കരുത്. ഇനി വീണ്ടും പറയുന്നു, താങ്കൾ ഇവിടെ പറഞ്ഞിരുന്നു വിറ്റ്നസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന കാര്യം. ഈ ആൾക്കാരും തന്നെ ജലീൽ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിറ്റ്നസ് നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടാണ് വിളിച്ച് ചോദ്യം ചെയ്തത് എന്ന് പറയുന്നു. അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്തത് എന്തിന്റെ പേരിലാണ്? അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്തിരിക്കുന്നതും ഇതുപോലെ തന്നെയാണ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അനിൽ നമ്പ്യാരിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പ്രതി ചേർത്തിട്ടുണ്ടോ? അപ്പൊ ജലീലും അനിൽ നമ്പ്യാരും തമ്മിൽ ഈ വിഷയത്തിൽ എന്താണ് പ്രശ്നം? എന്താണ് ബന്ധം? അനിൽ നമ്പ്യാരെ ഒരു ദിവസം ചോദ്യം ചെയ്തപ്പോൾ ജലീലിനെ 2 ദിവസം ചോദ്യം ചെയ്തു. രണ്ടുപേർക്കും കൊടുത്തിരിക്കുന്ന നോട്ടീസിലെ കാര്യങ്ങളും ഒന്ന് തന്നെ, രണ്ടുപേരെയും പ്രതിയാക്കിയിട്ടുമില്ല. അപ്പൊ അതിൽ ഒരാളെ മാത്രം നിങ്ങൾ സംരക്ഷിക്കുകയും മറ്റേയാളിനെ എതിർക്കുകയും ചെയ്യുമ്പോൾ BJP എന്നോ കോൺഗ്രസ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളൂ. തിരിച്ചു ചോദിക്കുന്ന നിസ്സാരമായ ചോദ്യം, എന്തുകൊണ്ടാണ് ഒരാളെ മാത്രം ആരോപിക്കുന്നത്? അതേ കാര്യത്തിൽ കൂടുതൽ തവണ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ആളിനെ ഖുറാൻ, വിശുദ്ധ ഗ്രന്ഥം, മറ്റേത് മറിച്ചത് എന്ന് പറഞ്ഞ് ഈ ആരോപണങ്ങൾ കൊണ്ട് എന്തിനാണ് പൊതിഞ്ഞു വെക്കാനായി ശ്രമിക്കുന്നത്? പെരിയ കേസിലെ കാര്യത്തിനുള്ള ഉത്തരം കൂടി ഇനി പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്യാം, താങ്ക് യു. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്കാണ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനിലേക്ക്. ശ്രീ ഗോപാലകൃഷ്ണൻ, താങ്കൾ വളരെ ക്ഷമയോടുകൂടി തന്നെ ഇതൊക്കെ കേട്ടിരിക്കുന്ന ഒരു നിലപാടാണ് ഞാൻ കണ്ടത്. പറയൂ, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് ഷിജു ഖാനോട് പറയാനുള്ളത് ഒരു മത്സരമല്ല. ഷിജു ഖാൻ ഇത് വസ്തുതകളുടെ വെളിച്ചത്തിൽ വസ്തുതകളുടെ കാര്യങ്ങൾ പറയുക. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ജനങ്ങളാണല്ലോ അന്തിമ വിധി കൽപ്പിക്കേണ്ടത്. വസ്തുതകൾ സംസാരിക്കും. ഇങ്ങനെ വസ്തുതകളല്ലാത്ത കാര്യങ്ങളെ നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചതുകൊണ്ട് എന്തും നിങ്ങൾ പറഞ്ഞു പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ഞാൻ ആരുടെയോ ഭാര്യയെ കുറിച്ചോ മറ്റോ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആരുടെയും ഭാര്യയെ കുറിച്ച് ഈ ചർച്ചയിൽ ഇരുന്നില്ല. സ്വപ്ന സുരേഷിനെ കുറിച്ച് പറഞ്ഞത്, സ്വപ്ന സുരേഷ് ഏതെങ്കിലും ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഭാര്യയാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഇത് ശിവശങ്കരനായിട്ട് ബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനപ്പുറത്തെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ അങ്ങ് എന്നോട് പറഞ്ഞു എന്റെ വീട്ടിൽ എന്റെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ ഒരു കാര്യം വിനീതമായി ഷിജു ഖാനോട് പറയാൻ ആഗ്രഹിക്കുന്നു. എന്റെ മക്കൾ ആരും ലക്കുമരുന്നിൽ പെട്ടിട്ടില്ല. എന്റെ മക്കൾ ആരും തട്ടിപ്പും വെട്ടിപ്പും പറ്റിപ്പും വഞ്ചനയും ആയിട്ട് ഈ എന്താ പറയാ ചെക്ക് കേസിലൊക്കെ പെട്ട് എന്റെ വീട്ടിൽ വന്നിട്ടില്ല. ഇനി എന്റെ മക്കള് ആരെങ്കിലും വഞ്ചിച്ച് കൈക്കുഞ്ഞായിട്ട് എന്റെ വീടിന് മുമ്പിൽ വന്നു അപ്പോൾ ഇവിടെ തിരിച്ച് വീട്ടിൽ കയറിയിട്ടുമില്ല. അതൊക്കെ ഉണ്ടായിരിക്കുന്നത് നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ വിഷയത്തിലാണ്. അതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ മകന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് തന്നെ അഭിപ്രായം ഇല്ലല്ലോ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കി. ഞങ്ങൾ ഡിവൈഎഫ്ഐയിൽ ഇല്ല എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചില്ലേ? ഡിവൈഎഫ്ഐയിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത്? അത് കുടുംബപരമായ വിഷയമല്ലല്ലോ. ഡിവൈഎഫ്ഐയിൽ ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമല്ലേ? ഞാൻ ഒരു വ്യക്തിപരമായിട്ട് ഒരാളെയും അറ്റാക്ക് ചെയ്തിട്ടില്ല, ഒരാൾക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഷിജു ഖാൻ. രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞു, യെദ്യൂരപ്പയുടെ കാര്യം പറഞ്ഞു, മറ്റു പല ആളുകളുടെയും കാര്യം പറഞ്ഞു. യെദ്യൂരപ്പ രാജിവെച്ചു. അഴിമതിയുമായി ബന്ധം വന്നപ്പോ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അഴിമതിയുമായി ബന്ധം വന്ന BJP നേതാക്കന്മാരെല്ലാം രാജിവെച്ചു. താങ്കളത് മനസ്സിലാക്കുക. LK അദ്വാനി, BJPയുടെ ഏറ്റവും മുതിർന്ന നേതാവിന്റെ LK അദ്വാനി, അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഡയറിയുടെ വിഷയം, ഡയറി കുറിപ്പിൽ എന്തോ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ഡയറി പേര് വന്നപ്പോ സീതാറാം യെച്ചൂരി പാർലമെന്റിൽ പറഞ്ഞു
രാജിവെക്കണം. പറഞ്ഞയാള് സീതാറാം യെച്ചൂരിയാണ് സാർ. നിങ്ങൾ മനസ്സിലാക്കണോ? ജെയിൻ ഡയറിയുടെ വിഷയം വന്നപ്പോൾ ജെയിൻ എന്താ ഞാൻ പറഞ്ഞത് കേട്ടില്ല, എന്താ പറഞ്ഞേ? ഇല്ല, തുറന്നോളൂ, കേൾക്കാം പറഞ്ഞിട്ടില്ല. ജെയിൻ ഡയറിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ സംസാരിച്ചത് സീതാറാം യെച്ചൂരിയാണ്. അതിന്റെ പേരിലാണ് എല്ലാവരും രാജിവെച്ചത്. അന്ന് LK അദ്വാനി രാജിവെച്ചു. അന്ന് ഒരു ധാർമ്മികതയുടെ കാര്യം പറഞ്ഞത് സീതാറാം യെച്ചൂരിയാ. ആ ധാർമ്മികത നിങ്ങൾക്ക് ഇപ്പൊ ഇല്ലേ? ഇല്ലെങ്കിൽ തുറന്നു പറ, ഞങ്ങൾക്ക് ധാർമ്മികത ഇല്ലാത്ത പാർട്ടിയാണെന്ന് പറ. അത് പറയണ്ടേ? പിന്നെ മറ്റൊരു കാര്യമുള്ളത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ, അപ്പൊ ഞങ്ങളൊക്കെ എല്ലാവരും രാജിവെച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സീതാറാം യെച്ചൂരി അന്ന് ആവശ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത് ജലീൽ രാജിവെക്കണം. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന് ഖുർആൻ കൊണ്ടുവരും, നിങ്ങൾ മതേതരത്വം പറയും. സാർ, നിങ്ങൾക്ക് മതേതരത്വം പറയാൻ എന്ത് അവകാശമുള്ളത്? ഖുർആന്റെ പോലും മൂത്രം ഒഴിച്ചവരല്ലേ നിങ്ങൾ? നാദാപുര കലാപം നടക്കുന്ന സമയത്ത് ഖുർആൻ കൂട്ടിയിട്ട് കത്തിച്ച് മൂത്രം ഒഴിച്ചവരല്ലേ നിങ്ങൾ? പറഞ്ഞ സ്ഥലത്ത് പിണറായി വിജയന്റെ പാറപ്പുറത്ത് പള്ളി തലശ്ശേരി കലാപത്തിൽ പൊളിച്ചവരല്ലേ നിങ്ങൾ? പള്ളി പൊളിച്ച കേസിൽ പിണറായി വിജയന്റെ ജ്യേഷ്ഠൻ പ്രതിയല്ലേ? കേസിലെ 4 പേർ പ്രതിയല്ലേ? അതിൽ ഒരാളെ ജീവിച്ചിരിക്കുന്നുള്ളൂ. അതിൽ 1-ാം പ്രതി പിണറായി വിജയന്റെ ജ്യേഷ്ഠനല്ലേ? ധർമ്മടം പോലീസ് സ്റ്റേഷനല്ലേ? നിങ്ങൾക്ക് എന്ത് അവകാശം മതേതരത്വം പറയാൻ? ഏറ്റവും അവസാനം ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിൽ 13 വർഗീയ കലാപങ്ങൾ കേരളത്തിലുണ്ടായി. വർഗീയ കലാപത്തെ കുറിച്ചുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഠനം നടത്തിയത് കണ്ണൂര്, നിങ്ങളുടെ കോട്ടക്കകത്തെ ഡോക്ടറേറ്റ് ഉള്ള ആളല്ലേ, നിങ്ങൾക്കറിയാലോ. നിങ്ങളുടെ കണ്ണൂരിൽ നിന്നാണ് ആ പഠനം വന്നിരിക്കുന്നത്. ഒരു ഡോക്ടർ ഫാദർ ഐസക് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് 13 കലാപത്തിൽ 7 കലാപം കേരളത്തിൽ ഉണ്ടാക്കിയത് നിങ്ങളാ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന മതേതരത്തിന് അർത്ഥം എന്താ? ഇവിടെ ഒരു മതേതരത്വം ഇല്ല. നിങ്ങൾ വിശ്വാസികളുടെ കാര്യം പറഞ്ഞു, ഖുർആൻ മുന്നോട്ട് കാണിച്ചു, വിശ്വാസികളുടെ കാര്യം പറയുന്നു. ശബരിമലയിൽ നിങ്ങൾക്ക് വിശ്വാസികൾ വേണ്ട അല്ലേ? ശബരിമലയിൽ 147 പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് വിശ്വാസികളെ അപമതിക്കാം, തന്ത്രിയെ അപമാനിക്കാം, ഇരുട്ടത്ത് സ്ത്രീകളെ കയറ്റാം. ശബരിമലയെ നിങ്ങൾക്ക് എല്ലാം അലീമസവുമാക്കാം. അവിടെ വിശ്വാസവുമില്ല, വിശ്വാസിയുമില്ല. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രിസ്ത്യൻ രക്തം, ഞങ്ങളിലില്ല ഹിന്ദു രക്തം, ഞങ്ങളിലുള്ളത് മാനവ രക്തം. അപ്പൊ നിങ്ങളെ തപ്പി നോക്കിയാൽ നിങ്ങളിലുള്ളത് ഓന്തിന്റെ രക്തമാണ്. ഓരോ ദിവസവും നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക നിങ്ങളുടെ സ്റ്റാൻഡ്. ഒരു സാമാന്യ ബോധം വേണം. ഇടതുപക്ഷം എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു പോയിന്റ്, ഈ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, എന്തിനാ നിങ്ങൾ CBI ഭയക്കുന്നതെന്നുള്ള ചോദ്യം ചോദിച്ചു. CBI വരുന്നതിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ എന്ന് ശ്യാം ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ ഒരു പൈങ്കിളി ചോദ്യമാണെന്ന്. പൈങ്കിളി ചോദ്യം അല്ല സാർ. കാരണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് യൂണിടാക്കും കോൺസുലേറ്റും വേണ്ട റെഡ് ക്രസന്റും തമ്മിലുള്ള ഏർപ്പാടാണ് ഈ വടക്കാഞ്ചേരി ചരൽ പറമ്പിൽ നടക്കുന്നത്. അതിൽ ഈ സർക്കാരിന് ബന്ധമില്ല. എന്നാൽ പിന്നെ നിങ്ങൾ CBI വരുന്നതിന് എന്തിനാ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനാ സർക്കാർ ലൈഫ് പദ്ധതി എന്തിനാ കോടതി പോയത്? സെയിന്റ് വെഞ്ചേഴ്സിന് വേണ്ടി സംസാരിക്കുന്നത് എന്തിനാ? സെയിന്റ് വെഞ്ചേഴ്സ് ആരാന്ന് പോലും അറിയില്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ? ആ സെയിന്റ് വെഞ്ചേഴ്സിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹൈക്കോടതിയിൽ സംസാരിക്കുന്നത്. എന്തിന്? നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ബന്ധമില്ലെന്ന്. ഇത് റെഡ് ക്രസന്റും ഈ യൂണിടാക്കും എന്താന്ന് പറഞ്ഞില്ലേ? ഇതെന്തിനാ നിങ്ങൾ ഭയപ്പെടണം? ഇതെന്തിനാ നിങ്ങൾ CBIക്ക് പോകണം? മടിയിൽ കനമുണ്ട് സാർ, അതാണ് കാരണം. മടിയിൽ കനമുണ്ട്. ആ മടിക്കുത്ത് ഞങ്ങൾ അഴിപ്പിക്കും. എന്റെ ഷിജു ഖാൻ, നിങ്ങൾ എത്ര വേഷം കെട്ടെടുത്താലും ശരി, പിണറായി വിജയന്റെ മടിക്കുത്തിലെ കനം ഞങ്ങൾ അഴിച്ച് ആ കനം ഞങ്ങൾ വെളിയിലിടും. അവസാനം മുണ്ടില്ലാത്ത അവസ്ഥ CPM-ന്റെ നേതാക്കന്മാർക്ക് കേരളത്തിൽ ഉണ്ടാവാൻ പോവുക. വിഷമിച്ചിട്ട് കാര്യമില്ല. ഇതാണ് യാഥാർത്ഥ്യം. ശ്രീ ഷിജു ഖാൻ, താങ്കളുടെ സമയമാണ്. മറുപടി. ഇവിടെ ഗോപാലകൃഷ്ണന്റെ വെല്ലുവിളിയും ആക്രോശവും ഒരു ചർച്ചയിൽ തന്നെ പങ്കെടുക്കുകയാണെന്ന ധാരണ പോലും ഇല്ലാതെ നടത്തുന്ന ഈ ആക്രോശവും എങ്ങനെയാണ് BJP-യും സംഘപരിവാരവും ഇന്ത്യയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു ദുരന്ത സൂചനയാണ്. എത്ര പരസ്യമായ വർഗീയ വിഷമാണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നത്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. സ്വയം മറന്നുകൊണ്ട് പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്വം ജനസേവനമാണെന്ന മറന്നുകൊണ്ട് ഗോപാലകൃഷ്ണൻ നിർത്തുക.
ഗോപാലകൃഷ്ണൻ മാത്രമല്ല ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അങ്ങ് തുടർച്ചയായി ഇടപെടണ്ട. അങ്ങ് മിണ്ടാതിരിക്കും. അങ്ങനെയൊന്നും ചർച്ചയിൽ എന്റെ ഭാഗത്ത് ഇടപെടണ്ട. തീർച്ചയായും ഷിജുഖാൻ പറയും. ഒരു നിമിഷം. പിന്നെ ഖുറാന്റെ പുറത്ത് CPIM-കാർ മൂത്രമൊഴിച്ചു. എത്ര അടിസ്ഥാനമില്ലാതെ എന്തും വിളിച്ചു പറയാമെന്നാണ് ഗോപാലകൃഷ്ണ. നിങ്ങളെ ഒരു പാർട്ടി ചുമതലപ്പെടുത്തിയല്ലേ ഒരു ചർച്ചയ്ക്ക് വിടുന്നത്? എത്ര വൃത്തിഹീനമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണ് നിങ്ങൾ ഈ ചർച്ചയിൽ അവതരിപ്പിക്കുന്നത്? നിങ്ങളൊരു CPIM-കാരനെ മുമ്പിൽ കിട്ടിയാൽ വെട്ടിക്കൊല്ലാനുള്ള ഒരു വെറുപ്പാണല്ലോ നിങ്ങളുടെ രാഷ്ട്രീയം. എന്തൊരു ഹീനമായ രാഷ്ട്രീയമാണ് നിങ്ങൾ ഈ ചർച്ചയിലൂടെ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. പിന്നെ പിണറായി വിജയന്റെ മടിക്കുത്ത് പിടിച്ച് വെക്കും, മുണ്ടഴിക്കും. നിങ്ങൾ ആരാണ് ഗോപാലകൃഷ്ണ? CPIM-ന്റെ നേതാക്കന്മാരെ വഴിതിരിഞ്ഞ് മുണ്ടഴിക്കാൻ നിങ്ങൾ ആരാണ് ഗോപാലകൃഷ്ണ? ചർച്ചയിൽ ജനാധിപത്യപരമായ ഭാഷ ഉപയോഗിക്കൂ. ആദ്യം അത് പഠിക്കൂ. ഇത് നിങ്ങൾ വീട്ടിൽ നടത്തുന്ന സ്വകാര്യ സംഭാഷണമല്ല. പിണറായി വിജയനെയും CPIM നേതാക്കന്മാരെയും ഇടതുപക്ഷക്കാരെയും തെരുവിൽ തടഞ്ഞ് മുണ്ടഴിക്കാനുള്ള സങ്കേതം ഗോപാലകൃഷ്ണ നിങ്ങൾക്ക് ആയിട്ടുണ്ടോ? അത്രയൊന്നും ആയിട്ടില്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണെങ്കിൽ പക്വത കാണിക്കണം. ഒരു ടെലിവിഷൻ ചർച്ചയിൽ വന്ന് ഭീഷണിപ്പെടുത്തണ്ട എന്ന നിലപാടല്ലേ അഡ്വക്കേറ്റ് ഷിജുഖാൻ? ഭീഷണി വേണ്ട എന്ന നിലപാടല്ലേ? കേരളീയ സമൂഹം നേരിടുന്ന വലിയ എന്താണ് പെട്ടെന്ന് അവസാനിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ഷിജു ഖാൻ പറയുന്നത് ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഷിജു ഖാൻ പറയുന്നത്. മടിയിൽ കനമുണ്ടെങ്കിൽ ആ മടി കഴിക്കും എന്നാണ് പറഞ്ഞത്. അതിന് വഴി തടയുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇയാൾ എവിടെ നിന്നാണ് അതൊക്കെ കേൾക്കുന്നത്? പിന്നെ നാദാപുരം കലാപത്തിൽ ഖുറാന്റെ മുകളിൽ മൂത്രമൊഴിച്ചു എന്നുള്ളത് പത്രങ്ങളിൽ വാർത്തയുണ്ട്. ഇതെന്താ ഷിജു ഖാൻ ഒന്നും മനസ്സിലാക്കാതെ സംസാരിക്കുന്നത്? വഴിയിൽ CPM-കാരെ വഴി തടയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഞാനെന്താ ചെയ്യാ? വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല് ഷിജുഖാൻ അറിയാം. ശ്രീ ഗോപാലകൃഷ്ണൻ, ഷിജുഖാൻ അറിയാം സമയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, സമയം തീർക്കാൻ വേണ്ടി ഞാൻ പറയാത്ത കാര്യം പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞോ CPM-ന്റെ നേതാക്കന്മാരെ വഴി തടയുന്നു ഞാൻ പറഞ്ഞോ? എന്തായാലും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. എന്തായാലും ഒരു കാര്യം കൂടി പറയാം. ഈ ചർച്ച അവസാനിക്കുന്നതിന് മുമ്പ് ജനം TV-യുടെയും അനിൽ നമ്പ്യാരുടെയും കാര്യങ്ങൾ പലവട്ടം പല രീതിയിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകരും കേട്ടിരിക്കാം. സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കും സംശയം തോന്നാം ഇങ്ങനെയുള്ള ചില ആരോപണങ്ങളിൽ. തീർച്ചയായും ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. PCR ആ തെളിവുകൾ ദയവായി ഒന്ന് സ്ക്രീനിൽ കാണിക്കും. അനിൽ നമ്പ്യാർ എത്ര തവണ സ്വപ്നയെ വിളിച്ചു എന്നതിൻ്റെ ലിസ്റ്റാണിത്. 2 തവണ. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുമ്പോൾ അവർ UAE കോൺസുലേറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് മാധ്യമ ലോകത്തൊക്കെ സ്വയം പരിചയപ്പെടുത്തിയത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊരു വാർത്ത വന്നാൽ അത് വിളിച്ച് അന്വേഷിക്കുക ഒരു മാധ്യമപ്രവർത്തകൻ്റെ കടമയാണ്. ഈ കാണുന്ന അനിൽ നമ്പ്യാർ എന്ന ലിസ്റ്റിൽ കാണുന്നത് 2 തവണ മാത്രമാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ തവണ മണിക്കൂറുകളോടെ സംസാരിച്ചവർ ഒരുപാടുണ്ട് ഈ ലിസ്റ്റിൽ. ഈ പ്രേക്ഷകർക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇതിൻ്റെ വലതുവശത്തെ കോളത്തിൽ കാണുന്ന 120, 262 എന്നിങ്ങനെയാണ് സമയം. അത് സെക്കൻഡിലാണ് സമയം. അത്രയും സമയം സംസാരിച്ച ലിസ്റ്റൊക്കെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് അനിൽ നമ്പ്യാരെ മാത്രം ചോദ്യം ചെയ്യാൻ വിളിച്ചു? നമ്പ്യാരെക്കാട്ടും കൂടുതൽ തവണ വിളിച്ചവരൊക്കെ ഇപ്പോഴും പുറത്തുണ്ട്. സ്വപ്നയുടെ ഒരൊറ്റ വിധി. അവിടെയും പ്രശ്നമായി ചില കാര്യങ്ങൾ, ആരോപണങ്ങൾ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാം. കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരുടെ അമിതമായ പാർട്ടി ഭക്തി. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഉത്തരം ലഭിക്കുക. ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പാകെ ഞങ്ങൾ തെളിവ് സഹിതമാണ് അവതരിപ്പിക്കുന്നത്. ചർച്ച ഇവിടെ പൂർണ്ണമാവുകയാണ്. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി വീണ്ടും തിരിച്ചെത്താം. നന്ദി, നമസ്തേ.